നമസ്കാരം. ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യം ദൃശ്യമാധ്യമ രംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന MV നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചതാണ്. പൂർണ്ണമായും മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച CPM രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നാണ് നികേഷ് കുമാർ അറിയിച്ചത്. CPM ചിഹ്നത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള നികേഷ് കണ്ണൂർ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നാണ് വ്യക്തമാകുന്ന കാര്യം. എന്നാൽ നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല. അദ്ദേഹം തുടങ്ങിയ റിപ്പോർട്ടർ ചാനലിന്റെ വിൽപ്പന പൂർത്തിയായ മുറയ്ക്കാണ് നികേഷ് പടിയിറങ്ങുന്നത് എന്നതാണ് വ്യക്തമായ കാര്യം. ചാനലിന്റെ ഷെയർ ഹോൾഡർ ആയിരുന്ന ഭാര്യ റാണി നികേഷ് കുമാർ നേരത്തെ തന്നെ റിപ്പോർട്ടറിൽ നിന്നും പടിയിറങ്ങിയിരുന്നു. അഗസ്റ്റിൻ സഹോദരന്മാർ പണം മുടക്കിയാണ് റിപ്പോർട്ടർ ചാനൽ വാങ്ങിയത്. ചാനൽ ആൻഡ്രൂ അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി ഏറ്റെടുത്തതോടെ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ബാക്കി നിന്നിരുന്നു. ഇത് പൂർത്തിയാക്കിയാണ് നികേഷ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. നേരത്തെ 6 മാസത്തിനുള്ളിൽ നികേഷ് ചാനലുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേസായി മാറിയതോടെയാണ് ചാനൽ വിൽപ്പന നീണ്ടുപോയത്. ഈ കേസുകളെല്ലാം തീർന്നതോടെയാണ് ഇപ്പോൾ നികേഷ് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. വിൽപ്പന പൂർത്തിയായതോടെ നികേഷിന് 10 കോടിയോളം രൂപ ബാധ്യതകളെല്ലാം തീർത്ത് ലഭിച്ചുവെന്നതാണ് റിപ്പോർട്ടുകൾ. ജോസുകുട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ എന്നിവരാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ അമരക്കാർ. മാംഗോ ഫെറോ എന്ന ഡൽഹി കമ്പനിയുടെ പേരിലാണ് ചാനൽ ഏറ്റെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെ മുൻ ഓഹരി ഉടമയായ ലാലിയ ജോസഫ് നൽകിയ കേസടക്കം നിലനിന്നിരുന്നു. റിപ്പോർട്ടർ ചാനൽ തുടങ്ങാൻ വേണ്ടി 1.5 കോടി രൂപ ലാലിയ ജോസഫ് പണമായി നൽകിയിരുന്നു. ഇതുകൂടാതെ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന് ബാങ്ക് വായ്പ എടുക്കുന്നതിന് ലാലിയ ജോസഫ് വസ്തുവകകൾ ഈടും നൽകിയിരുന്നു. ഈ ഈട് ഉപയോഗിച്ച് 10 കോടി രൂപ ചാനൽ ബാങ്ക് വായ്പ എടുക്കുകയും ചെയ്തു. ഈ പണം ഉപയോഗിച്ചാണ് ചാനലിന്റെ കെട്ടിടമടക്കം നിർമ്മിച്ചത്. എന്നാൽ ഈ സമയത്ത് നൽകിയ വാഗ്ദാനമെല്ലാം നികേഷ് തന്ത്രപരമായി നടപ്പിലാക്കാതെ അട്ടിമറിച്ചെന്നായിരുന്നു ലാലിയയുടെ പരാതി. ഇത് കമ്പനി ലോ ബോർഡും ശരിവെച്ച് ഓഹരി ഘടനയിൽ മാറ്റം വരുത്തരുതെന്ന് ഉത്തരവിടുകയുമുണ്ടായി. ചാനൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയപ്പോൾ ലാലിയ 25 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയായിരുന്നു. ഇത് ഇപ്പോൾ 15 കോടി നഷ്ടപരിഹാരം നൽകി ഒത്തുതീർപ്പായെന്ന വിവരം പുറത്തു പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല. ലാലിയയുമായി ബന്ധപ്പെട്ട കേസ് തീർന്നതോടെയാണ് റിപ്പോർട്ടർ ചാനൽ വിൽപ്പന പൂർത്തിയാക്കിയത്. ഇതോടെയാണ് നികേഷ് പടിയിറങ്ങിയതും. നികേഷ് പടിയിറങ്ങുന്നതോടെ അരുൺകുമാർ ചാനൽ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലിറങ്ങും MV നികേഷ് കുമാറിനെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2016-ൽ മാധ്യമപ്രവർത്തനം വിട്ട് അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ CPM ചിഹ്നത്തിൽ മത്സരിച്ച നികേഷ് പരാജയപ്പെട്ടതോടെയാണ് മാധ്യമ രംഗത്തേക്ക് തന്നെ മടങ്ങിയത്. ഒപ്പം മത്സരിച്ച വീണ ജോർജ് ആകട്ടെ ഇന്ന് മന്ത്രി പദവിയിലുമാണ്. CPM അംഗത്വമുള്ള നികേഷിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്നതാണ് CPMന്റെ ലക്ഷ്യം. നിലവിൽ CPM അംഗമായ നികേഷ് കുമാർ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം പാർട്ടിയെ അറിയിച്ചെന്നാണ് വിവരം. അടുത്ത സമ്മേളനത്തോടെ ജില്ലാ കമ്മിറ്റിയിൽ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും നികേഷ് കുമാറിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കണ്ണൂർ, MV ഗോവിന്ദൻ പ്രതിനിധാനം ചെയ്യുന്ന തളിപ്പറമ്പ്, സ്പീക്കർ N ഷംസീറിന്റെ തലശ്ശേരി എന്നിവിടങ്ങളിലാണ് നികേഷ് കുമാറിന് സാധ്യത കൽപ്പിക്കുന്നത്. നികേഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത്. 2003-ൽ ഇന്ത്യ വിഷൻ ആരംഭിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേറ്റു. 2011-ൽ റിപ്പോർട്ടർ TVക്ക് തുടക്കം കുറിച്ചു. രാംനാഥ് ഗോയങ്കെ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നികേഷിന് ലഭിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന MV രാഘവന്റെയും CV ജാനകിയുടെയും മകനാണ് നികേഷ് കുമാർ. നന്ദി.